മഹിഷിക്ക് ലഭിച്ച വരം. കരംഭാസുരന്റെ പുത്രിയായി മഹിഷീമുഖത്തോടു കൂടി പിറന്ന മഹിഷി സ്വപിതാവിന്റെ ജ്യേഷ്ഠ സഹോദര പുത്രനായ മഹിഷാസുരനെ ചണ്ഡികാദേവി നിഗ്രഹിച്ചതിനു പകരം വീട്ടുവാൻ നിശ്ചയിച്ച് വൈരാഗ്യപൂർവം വിന്ധ്യാപർവ്വതത്തിലെത്തി ബ്രഹ്മാവിനെ തപസ് ചെയ്യുവാൻ തുടങ്ങി. മഹിഷിയുടെ കൊടും തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അമരത്വമൊഴിച്ച് മറ്റെന്തു വരവും ആവശ്യപ്പെട്ടുകൊള്ളുവാൻ അനുവദിച്ച ബ്രഹ്മാവിനോട് മഹിഷി ആവശ്യപ്പെട്ട വരം ഇതായിരുന്നു: ബ്രഹ്മദേവ, അഗ്നി, ജലം, രോഗം കൂടാതെ മൃഗങ്ങളാൽ ഒരിക്കലും മരണം സംഭവിക്കരുത്. ഹരിക്കും ഹരനും കൂടി ജനിക്കുന്ന പുത്രൻ 12 കാലം ഭൂമിയിൽ വസിച്ച ശേഷം അദ്ദേഹത്താലല്ലാതെ എനിക്ക് ദേഹനാശം വരുവാൻ പാടില്ല. മാത്രമല്ല, എനിക്ക് സ്വർഗാധിപത്യം ലഭിക്കണം. എൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് മഹിഷിമാരുണ്ടായി യുദ്ധത്തിൽ എന്നെ സഹായിക്കണം. അപ്രകാരം ഭവിക്കട്ടെ. യാതൊരു ചിന്തയുമില്ലാതെ വരദാനം നൽകിക്കൊണ്ട് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. വരങ്ങൾ നേടിക്കഴിഞ്ഞ മഹിഷി തികഞ്ഞ അഹങ്കാരിയായി. വിഷ്ണുവും ശിവനും ചേർന്ന കുഞ്ഞു അതൊരിക്കലും സംഭവ്യമല്ല. അതുകൊണ്ട് തന്നെ തനിക്കൊരിക്കലും മരണമില്ലെന്നവൾ അഹങ്കരിച്ചു. തനിക്ക് അമരത്വം ലഭിച്ചുവെന്ന് അഹങ്കരിച്ച് മഹിഷി ദേവലോകം ആക്രമിച്ച് ദേവഗണങ്ങളെ അസഹ്യമായി പീഡിപ്പിക്കാൻ പതിവാക്കി. സഹികെട്ട ദേവേന്ദ്രാദികൾ ത്രിമൂർത്തികളെ സങ്കടമുണർത്തിച്ചു. ലീലയുടെ ശാപഫലമായി ഈ അവസരത്തിൽ ദത്താത്രേയൻ ഒരു സുന്ദര മഹിഷമായി ജന്മം പൂണ്ടു. സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഉപദേശാനുസരണം അഹങ്കാരിയായ മഹിഷിയെ ആ സുന്ദര മഹിഷം വശതയാക്കി ഭൂലോകത്തുള്ള വനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ പരമസുഖമായി വളരെ കാലം കഴിച്ചുകൂട്ടി. മഹിഷിയുടെ ശല്യം ഏതാണ്ട് ശമിച്ച സമാധാനത്തോടെ ദേവഗണങ്ങൾ ദേവലോകത്ത് സസുഖം വാഴാൻ തുടങ്ങി. മഹിഷി മർദ്ദനം. മഹിഷിയുടെ ഉപദ്രവം കൂടാതെ ദീർഘകാലം ദേവന്മാർക്ക് താമസിക്കാൻ കഴിഞ്ഞില്ല. അവർ സസുഖം ജീവിക്കുന്നതിൽ അസന്തുഷ്ടരായി തീർന്ന അസുരന്മാർ വനാന്തർഭാഗത്ത് മഹിഷത്തോടത്ത് സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന മഹിഷിയെ കണ്ട് ഇങ്ങനെ സങ്കടമുണർത്തിച്ചു: ഹേ ദേവി, അവിടുന്ന് ഞങ്ങളുടെ കാര്യമൊന്നും അറിയാതെ സുഖലോലുപയായി കഴിയുന്നു. ഭവതി ദേവന്മാരെ പേടിച്ച് എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു നടക്കുന്നത്. അവർ കാരണം കൂടാതെ ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അസുരകുലത്തിന്റെ സഹായത്തോടെ പാലാഴി മദനം നിർവഹിച്ച് അതിൽ നിന്ന് ലഭിച്ച അമൃതിൽ നിന്ന് ഒരു തുള്ളി പോലും നമുക്ക് തരാതെ നമ്മുടെ കുലത്തെയാകെ അവർ കബളിപ്പിച്ചിരിക്കുന്നു. അമൃതപാലത്തിൽ അഹങ്കാരികളായി തീർന്ന ദേവന്മാരുടെ അഹങ്കാരം ദേവി തന്നെ ശമിപ്പിക്കണം. ഏതു വിധേനയെങ്കിലും ദേവന്മാരെ ആക്രമിക്കാൻ മഹിഷിയെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു അസുരകുലത്തിന്റെ ലക്ഷ്യം. അതിൽ അവർ വിജയം കണ്ടു. പാലാഴി മദനത്തിൽ അസുരകുലത്തിന് നേരിട്ട പരാജയത്തെപ്പറ്റി അറിഞ്ഞ മഹിഷി കോപാവേശത്തോടെ വീണ്ടും വാനവലോകം ആക്രമിച്ച് ദേവന്മാരെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു. പുലിപ്പാലിനു വേണ്ടി കേവലം 12 വയസ്സുകാരനായ മണികണ്ഠന്റെ വനത്തിലേക്കുള്ള വരവ് ഈ സമയത്തായിരുന്നു. മഹിഷിയുടെ ആക്രമണത്തിൽ ഗതികെട്ട ദേവന്മാർ ത്രിമൂർത്തികളെ ശരണം പ്രാപിച്ച് തങ്ങളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ത്രിമൂർത്തികളുടെ ഉപദേശപ്രകാരം ദേവഗണങ്ങൾ പൊന്നമ്പലത്തിൽ ഇരിക്കുന്ന ധർമ്മശാസ്താവായ മണികണ്ഠന്റെ സവിധത്തിലെത്തി അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് ഇപ്രകാരം സങ്കടമുണർത്തിച്ചു: അല്ലയോ ഹരിഹരാത്മജ, ഞങ്ങളെ രക്ഷിക്കണം. മഹിഷിയുടെ പീഡനം ഞങ്ങളെ പൊറുതി മുട്ടിക്കുന്നു. ബ്രഹ്മാവ് നൽകിയ വരപ്രസാദത്തിൽ അഹങ്കാരിയായ അവളെ നശിപ്പിക്കാൻ അങ്ങയ്ക്കു മാത്രമേ കഴിയൂ. പൊന്നമ്പലമേട്ടിൽ വന്ന് തന്നോട് സങ്കടമുണർത്തിച്ച ദേവന്മാരോടായി സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് ഇപ്രകാരം പറഞ്ഞു: പ്രിയ ദേവഗണങ്ങളെ, നിങ്ങൾ ദുഃഖിക്കാതിരിക്കൂ. മഹിഷി നിഗ്രഹമാണ് എൻ്റെ അവതാര ലക്ഷ്യം എന്നത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മഹിഷിയെ നിഗ്രഹിച്ച് ദേവലോകം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാനിതാ പുറപ്പെടുകയായി. ഭൂതനാഥനായ ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമി ദേവലോകത്തെത്തിയപ്പോൾ ദേവന്മാരെയെല്ലാം പീഡിപ്പിച്ചോടിയ മഹിഷി ദേവേന്ദ്രന്റെ സിംഹാസനത്തിൽ കയറി ഇരിപ്പുറപ്പിച്ചിരിക്കുകയായിരുന്നു. മണികണ്ഠനെ കണ്ട മഹിഷി തെല്ലു നീരസം കലർന്ന സ്വരത്തിൽ ചോദിച്ചു: ആരാണ് നീ? നിനക്കിവിടെ എന്തു കാര്യം? ഞാൻ നിന്റെ അന്തകനാണ്. ഹേ മഹിഷി, നിനക്കിവിടെ എന്താണ് കാര്യം?
വേഗം ഇവിടം വിട്ടു പോയിക്കൊള്ളുക, അല്ലെങ്കിൽ എനിക്ക് നിന്നെ വധിക്കേണ്ടി വരും. മണികണ്ഠന്റെ വാക്കുകൾ കേട്ട മഹിഷി ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? എന്നെ വധിക്കാൻ ത്രിമൂർത്തികൾക്ക് പോലും സാധ്യമല്ല, പിന്നെയല്ലേ നീ? മഹിഷി, നീ നിന്റെ അഹങ്കാരം ശമിപ്പിച്ച് എനിക്ക് മുന്നിൽ കീഴടങ്ങാത്ത പക്ഷം നിന്നെ എനിക്ക് വധിക്കേണ്ടി വരും. ഹരിഹരസുതന്റെ വാക്കുകൾ കേട്ട് കോപാകുലയായ മഹിഷി തന്റെ ശൃംഗങ്ങൾ ഉയർത്തി മണികണ്ഠന്റെ സമീപത്തേക്ക് പാഞ്ഞെടുത്തു. എന്നാൽ സർവശക്തനായ ശ്രീ ഭഗവാൻ മഹിഷിയെ നിഷ്പ്രയാസം പൊക്കിയെടുത്ത് ഭൂതലത്തിലേക്ക് എറിഞ്ഞു. ആ ഏറിൽ മഹിഷി ചെന്ന് വീണത് പമ്പയുടെ പടിഞ്ഞാറു ഭാഗത്തുള്ള അഴുതാ നദിയുടെ തീരത്താണ്. അവളുടെ മാറത്ത് ചാടി വീണ മണികണ്ഠസ്വാമി സംഹാരതാണ്ഡവം തുടങ്ങി. ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ പാദതാടനമേറ്റ് മഹിഷി മരണവേദനയോടെ പിടഞ്ഞു. രക്തം ഛർദിച്ച് അത്യന്തം പരവശയായി തീർന്ന അവൾക്ക് തന്നെ മർദ്ദിക്കുന്ന അമാനുഷൻ ഹരിഹരസുതനാണെന്ന ബോധോദയം ഉണ്ടായി. അവൾ ഭഗവാനെ ഭക്തിപൂർവം ഭജിച്ചു. അതോടെ ഭഗവാൻ ശ്രീ മണികണ്ഠൻ മർദ്ദന നൃത്തം മതിയാക്കി മഹിഷിയുടെ ശരീരത്തിൽ നിന്നും നിലത്തിറങ്ങി അവളുടെ ശരീരം തലോടി. ആ നിമിഷത്തിൽ ശാപമോക്ഷം ലഭിച്ച മഹിഷിയുടെ ശരീരത്തിൽ നിന്നും സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. അവൾ തന്നെ സ്വീകരിക്കണമേ എന്ന് കൈകൂപ്പുകളോടെ ധർമ്മശാസ്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ മണികണ്ഠനാകട്ടെ താൻ ഈ ജന്മത്തിൽ ബ്രഹ്മചാരിയായി കഴിയുമെന്നതിനാൽ താൻ സ്ഥിതി ചെയ്യുന്നതിന് അല്പമകലെയായി വാമഭാഗത്ത് സഹോദരീഭാവത്തിൽ വർത്തിക്കാനുള്ള അനുഗ്രഹം നൽകുകയുണ്ടായി. ആ ദേവിയാണ് മാളികപ്പുറത്തമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്.